നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദ നീറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. തെർമോഡൈനാമിക്സ് ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. ഇതൊരു മോണോ അറ്റോമിക് ഗ്യാസിൻ്റെ വോളിയം ആൻഡ് ടെമ്പറേച്ചർ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ബൈ ദ ഗ്യാസും ഹീറ്റ് അബ്സോർബിൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഇത് ഗ്രാഫ് കാണുമ്പോൾ തന്നെ അറിയാം വോളിയം ആൻഡ് ടെമ്പറേച്ചറിൻ്റെ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് ഏത് പ്രോസസ്? ഐസോ ബാരിക് പ്രോസസ് അല്ലേ, കോൺസ്റ്റന്റ് പ്രഷർ ആയിരിക്കും അല്ലേ. അപ്പോൾ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണെന്ന് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡ് ബൈ ഡെൽറ്റ ക്യൂ ആണ് വേണ്ടത് അല്ലേ. ഇനി ഈ പ്രോസസ്സിൽ പ്രഷർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ഡെൽറ്റ ക്യൂ പി എന്ന് എഴുതാം. ഇനി ഡെൽറ്റ ഡബ്ല്യൂക്ക് പകരം ഡെൽറ്റ ക്യൂ മൈനസ് ഡെൽറ്റ യു എന്ന് എഴുതാമല്ലോ. നമ്മൾ ഫസ്റ്റ് ലോ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡെൽറ്റ ഡബ്ല്യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. താഴെ ഡെൽറ്റ ക്യൂ എന്ന് വരും അല്ലേ. ഡെൽറ്റ ക്യൂ പി ആണ് കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ട്. ഇനി ഡെൽറ്റ ക്യൂ പിക്ക് പകരം നമുക്ക് എൻ സി പി ഡെൽറ്റ ടി എന്ന് എഴുതാം. ഡെൽറ്റ യുക്ക് പകരം എൻ സി വി ഡെൽറ്റ ടി എന്ന് വരും അല്ലേ. താഴെയും എൻ സി പി ഡെൽറ്റ ടി എന്ന് വരും. ഇനി എൻ എല്ലാം ക്യാൻസൽ ആയിപ്പോയി, ഡെൽറ്റ ടി ഒക്കെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ സി പി മൈനസ് സി വി ഡിവൈഡ് ബൈ സി പി എന്ന് വരും. ത്രൂ ഔട്ട് ഒരു സി പി കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ സി പി ബൈ സി പി മൈനസ് സി വി ബൈ സി പി ഡിവൈഡഡ് ബൈ സി പി ബൈ സി പി എന്ന് വരും. മുകളിൽ താഴെ സി പി കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് 1 ആകും. ഇനി സി വി ബൈ സി പി എന്ന് പറയുമ്പോൾ 1 ബൈ ഗാമയാന്ന് നമുക്കറിയാം അല്ലേ. കാരണം സി പി ബൈ സി വി ഗാമയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് വരും. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും. അപ്പോൾ ദാറ്റ് ഈസ് ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഡബ്ല്യു ഡിവൈഡഡ് ബൈ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ ഗാമ എന്ന് വരും. അപ്പോൾ ഇക്വേഷന് ഓർത്ത് വെക്കുക. ഇത് ബൈ ഹാർട്ട് ചെയ്യേണ്ട ഇക്വേഷൻ ആണ് 1 മൈനസ് 1 ബൈ ഗാമ അല്ലേ. ഇനി മോണോ അറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ നമുക്കറിയാം ഗാമേൻ്റെ ഇക്വേഷൻ എന്തുവാ? ഗാമേൻ്റെ വാല്യൂ 5/3 അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 5/3 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 3/5 എന്ന് വരും. 1 മൈനസ് 3/5 എത്രയാ? 2/5 എന്ന് വരും. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ 2/5.